നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലെല്ലാം കാര്യം കഴിഞ്ഞ് കഴിഞ്ഞ് വേസ്റ്റായിട്ട് എടുത്ത് കളയുന്ന ഒരു ഐറ്റമാണ് ഈ കല്യാണ കാർഡ്. നമുക്ക് പിന്നീട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇനി അങ്ങനെ എടുത്ത് കളയേണ്ട. ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു മിനി നോട്ട് പാഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ചാർട്ട് പേപ്പറിൽ നോട്ട് പാഡ് സെറ്റാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് അതിന് കട്ടി അത്ര പോരാ എന്ന് തോന്നിയത്. അങ്ങനെയാണ് കല്യാണ കാർഡിലേക്ക് എത്തിയത്. അപ്പോൾ ഞാനിവിടെ 22 സെൻറ്റിമീറ്റർ നീളത്തിലാണ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 22 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയും. ഇനിതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒന്ന് വരച്ചെടുക്കുക. ഒരു അടയാളപ്പെടുത്തൽ നടത്തുക. ഇതേപോലെ 7 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 0.5 കൂടെ അടയാളപ്പെടുത്തി ഇതുപോലെ നന്നായിട്ട് മടക്കിയെടുക്കുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ 2 മടക്ക് കിട്ടും. അതുപോലെ തൊട്ടടുത്തും 7 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ ഒരു 0.5 സെൻറ്റിമീറ്റർ കൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മടക്കി കൂടെ കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ മുമ്പ് എടുത്ത് വെച്ച കല്യാണ കാർഡും അതേ രീതിയിൽ നന്നായിട്ടൊന്ന് മടക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇനി അതിലേക്ക് ആ ഒരു കല്യാണ കാർഡാണെന്ന് മനസ്സിലാകാതിരിക്കാനും നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത അടയാളപ്പെടുത്തലുകളൊക്കെ നടത്തി ആ ചാർട്ട് പേപ്പർ കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കി പുറം ചട്ട കിട്ടും. ഇപ്പോൾ കണ്ട ഐറ്റം കല്യാണ കാർഡാന്ന് പറയുകയില്ല. എങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി കുറച്ച് കളർ പേപ്പേഴ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ കവർ പേജിൻ്റെ അതേ അളവിലായിരിക്കണം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് സ്റ്റിക്കി നോട്ട് മാതൃകയിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വളരെ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്റ്റാപ്ലറാണ് ഒട്ടിച്ചത്. അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്നൊട്ടിച്ചും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് ഉപയോഗിക്കാം. ആവശ്യത്തിൽ കൂടുതൽ പഴയ നോട്ട്ബുക്കുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതും സ്റ്റാപ്ലർ ചെയ്തെടുക്കുക. ആ സ്റ്റാപ്ലർ പിന്നെ കാണാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത്യാവശ്യം കുറച്ച് പേപ്പറുകൾ നമ്മുടെ നോട്ട് പാഡിൻ്റെ അതേ അളവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ നോട്ട് പാഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ കണ്ടതുപോലെയെല്ലാം സെറ്റാക്കിയെടുക്കാം. ഇതുപോലത്തെ 4 എണ്ണമാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പല കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നും കൂടി ഒന്ന് ക്യൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇനി ഇതെല്ലാം നമുക്ക് ആ കവർ പേജിൽ ഒന്നൊട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ നന്നായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാമേ. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായി. പക്ഷേ നിർഭാഗ്യമാണോ എന്താണെന്നറിയില്ല, നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ കുറവാണ്. ഈ 3 മാസം കൊണ്ട് ആകെപ്പാടെ 131 സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം മോശമല്ലാത്ത വീഡിയോസൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എന്താണെന്ന് അറിയില്ല. ഓരോ വ്യൂവേഴ്സും ഓരോ രീതിയിലാണല്ലോ ഓരോന്നും കാണുന്നത്. ചിലരത് ശരിയാവും, ചിലരത് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ. എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്ന കാര്യം മറന്നു പോവേണ്ട. നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സാണല്ലോ നമ്മുടെ ഒരു ബലമെന്ന് പറയുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊന്നും മറന്നു പോവേണ്ട. ഇനി ഇതുപോലത്തെ കുറച്ച് അലുകുലത്തെ ഡെക്കറേഷൻ പണികളും കൂടെ നടത്തിയാൽ നമ്മുടെ പരിപാടി എല്ലാം സെറ്റാണ്. സ്റ്റിക്കേഴ്സ് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലൂലത്തെ പരിപാടികളൊന്നും നടത്തേണ്ട. സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് അടിപൊളിയാക്കാം. ഇനി പുറംചട്ട വെറും പ്ലെയിനായിട്ട് കിടന്നാൽ എന്ത് ഭംഗിയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഒരു ചെക്ക് പാറ്റേൺ വരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് മാത്രം ഒട്ടിച്ചാലും അടിപൊളിയായിരിക്കും. അപ്പം ഞാനിതിൽ ഒന്നിടവിട്ട കളങ്ങളിൽ കളറ് കൂടെ ചെയ്ത് ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക കേട്ടോ. നമ്മുടെ ഒരു ഗതികേടെ. ഇനി ക്യൂട്ട്നെസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ച് അടിപൊളിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ 2 നോട്ട്ബുക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ 3 നോട്ട്ബുക്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്ന ഏതെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാന്നേ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും ചെറിയ ചെറിയ ഷോർട്സും ഒക്കെ ആയിട്ട് കാണാം. ബൈ.